ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ തന്നെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, കൊത്തുലിഖിതങ്ങളും അവയുടെ പരിമിതികളും. ഈ ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചെറിയൊരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അതായത് കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം എന്നുള്ളത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് കൊത്തുലിഖിതങ്ങൾ. അതായത് കൊത്തുലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ലോഹങ്ങൾ, പാത്രങ്ങൾ ഇവയുടെ പരുക്കൻ പ്രതലത്തിൽ കൊത്തിയെടുക്കുന്ന ലിഖിതങ്ങളെയാണ് നമ്മൾ കൊത്തുലിഖിതങ്ങൾ എന്ന് വിളിക്കുന്നത്. കൊത്തുലിഖിതങ്ങൾ സ്ഥിരരേഖകളാണ്. അതായത് കല്ലുകൾ, ലോഹങ്ങൾ, പാത്രങ്ങൾ ഇവയുടെ പരുക്കൻ പ്രതലത്തിൽ കൊത്തിയെടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കൊത്തിയെടുത്ത ലിഖിതങ്ങളെയാണ് നമ്മൾ കൊത്തുലിഖിതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ കൂടാതെ ശിലകൾ, ഗുഹാഭിത്തികൾ, സ്തംഭങ്ങൾ ഇവയുടെ പുറത്തും നമ്മൾ ഈ കൊത്തുലിഖിതങ്ങൾ കൊത്തിയെടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൊത്തുലിഖിതം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? കല്ലുകള്, ലോഹങ്ങള്, പാത്രങ്ങള് ഇവയുടെ പരുക്കൻ പ്രതലത്തിൽ കൊത്തിയെടുക്കുന്ന ലിഖിതങ്ങളെയാണ് കൊത്തുലിഖിതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനിയാണ് ക്വസ്റ്റ്യന്, എന്താണ് കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ, അല്ലെങ്കിൽ കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം? എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. കൊത്തുലിഖിതങ്ങളിലെ ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് മാഞ്ഞു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കും. കൊത്തുലിഖിതങ്ങളിൽ ചില അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കും. ഇതാണ് രണ്ടാമത്തെ പരിമിതി. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലിഖിതങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ വായിച്ചെടുക്കാനോ വിവർത്തനം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പരിമിതി. അതായത് ഒരുപാട് ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വായിച്ചെടുക്കാനോ വിവർത്തനം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ സാധിച്ചിട്ടില്ല. ഇനി നാലാമത്തതാണ് നമ്മൾ കുറച്ച് ലിഖിതങ്ങൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളത്. അതായത് ഒരുപാട് ലിഖിതങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നാലാമത്തെ പരിമിതി. നമുക്ക് ലഭ്യമായിട്ടുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് പ്രധാനമെന്ന് കരുതുന്ന സാമൂഹികമോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ സുഖദുഃഖങ്ങൾ അത് ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. അതായത് കൊത്തുലിഖിതങ്ങളിൽ അതൊന്നും എഴുതി വെക്കാറില്ല. അതേപോലെ കാർഷിക സമ്പ്രദായങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഇതിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കൊത്തുലിഖിതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളുടെ താല്പര്യമായിരിക്കും പൊതുവെ അതിൽ കാണപ്പെടുന്നത്. അതും അതിൻ്റെ ഒരു പരിമിതിയാണോ? അതായത് ആരാണോ കൊത്തുലിഖിതങ്ങൾ കൊത്തിവെക്കുന്നത് അയാളുടെ താല്പര്യമായിരിക്കും അതിൽ ഉണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ എന്താണ് കൊത്തുലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ലോഹങ്ങൾ, പാത്രങ്ങൾ എന്നിവയുടെ പരുക്കൻ പ്രതലത്തിൽ കൊത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ കൊത്തുലിഖിതങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പരിമിതികൾ എന്തെല്ലാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് എന്താണ്? അതിലെ ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ ചിലത് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കും. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലിഖിതങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഇതുവരെ വായിച്ചെടുക്കാനോ വിവർത്തനം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കുറച്ച് ലിഖിതങ്ങൾ മാത്രമാണ്.
ഒരുപാട് ലിഖിതങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാവാം. അപ്പം അതൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പരിമിതിയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന സാമൂഹികമോ സാമ്പത്തികപരമോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊത്തുലിഖിതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളുടെ താല്പര്യമാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് കൊത്തുലിഖിതങ്ങളുടെ പരിമിതികൾ. അപ്പോൾ ഇത് ചെറിയൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ.